നിങ്ങൾ നിങ്ങളുടെ വണ്ടി സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു അറസ്റ്റ് വാറന്റ് വന്നാലോ? എന്നാൽ എനിക്ക് വന്നു. നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തു. 2024 ജൂൺ മാസം ഞാൻ എൻ്റെ ഒരു ബൈക്ക് സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെല്ല് ചെയ്തതിന് ശേഷം നമ്മൾ സെയിൽ ലെറ്ററൊക്കെ ഒപ്പിട്ട് കൊടുത്തു. നമ്മൾ നമ്മുടെ വഴിക്ക് പോയി പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫൈനും വന്നു. ട്രാഫിക് സ്റ്റേഷനിൽ നിന്ന് ഒന്ന് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് അതുവരെ വരണം എന്ന് പറഞ്ഞിട്ട്. ഇതാണ് അതിൻ്റെ ചലാൻ. സംഭവം വേറെ ഒന്നല്ല, ഞാൻ വണ്ടി കൊടുത്ത ബിരുദൻ അവൻ്റെ പേരിലേക്ക് ആ വണ്ടി മാറ്റിയില്ല. അവൻ ഒരു കൊല്ലം ഉപയോഗിച്ച സമയത്ത് ഒരു ഫൈൻ കിട്ടി. ഈ ഫൈൻ എന്നാൽ മര്യാദയ്ക്ക് അവ അടയ്ക്കണമായിരുന്നു, അതും അടച്ചില്ല. ഫൈൻ പോയി നമ്മുടെ ഓൺലൈൻ സൈറ്റിൽ നിന്ന് പോയി കോർട്ടിലേക്ക് വന്നു. ഇപ്പം അത് കോർട്ടിലാണ് കിടക്കുന്നത്. ഇതാണ് സംഭവം. ഇനി ഇത് അടയ്ക്കണമെങ്കിലും ഇനി RC പേര് മാറ്റണമെങ്കിലും കുറച്ചധികം പണികളുണ്ട്, നൂലാമാലകളുണ്ട്. ഇനി എൻ്റെ ഭാഗ്യത്തിന് ഇത് ചെറിയൊരു ഫൈൻ ആയിരിക്കാം. ചിലപ്പോൾ വല്ല ആക്സിഡൻറ്റോ വല്ല സ്മഗ്ലിംഗ് കേസോ വല്ല കഞ്ചാവൊക്കെ ആണെങ്കിൽ എൻ്റെ കാര്യം പോയനെ. ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഗതിയും. ഇത് വരാതിരിക്കാനായിട്ട് ഈ കാര്യം ചെയ്തോ, ശ്രദ്ധിച്ചോ. ആദ്യം തന്നെ ചെയ്യേണ്ടത് പരിവാഹൻ സൈറ്റിൽ കയറുക. നിങ്ങൾ കൊടുത്ത വണ്ടികൾ എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണത്തിൻ്റെ നമ്പർ അതിൽ അടിക്കുക, അതിൻ്റെ ചേസ് നമ്പർ അടിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചേസ് നമ്പർ എവിടെ നിന്ന് കിട്ടുക. നമുക്ക് നമ്മുടെ RCയുടെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ ചേസ് നമ്പറും കിട്ടും, വണ്ടി നമ്പറും കിട്ടും. അങ്ങനെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ വണ്ടിയിൽ വല്ല ഫൈൻ ഉണ്ടോ, അത് ആരുടെ പേരിലാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്, RC ഓണർ ആരാന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അതിൽ ആദ്യത്തെ 2 അക്ഷരവും അവസാനത്തെ 2 അക്ഷരമാണ് കിട്ടുക. എങ്കിലും നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ആരുടെ പേരിലാന്നുള്ളത്. ഇത് കൂടാണ്ട് ഇപ്പം നിങ്ങൾ വണ്ടി വിറ്റതാണെങ്കിൽ ഈ വണ്ടി വിറ്റിട്ട് ചിലപ്പോൾ നിങ്ങൾ 1 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും, 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും, 10 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ 5 6 വണ്ടികൾ വാങ്ങിച്ച് വിറ്റിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം ചിലപ്പോൾ ഇതേപോലെ ആരെങ്കിലും വിറ്റ് വണ്ടി പേര് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടുന്ന ചിലപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടോ 10 കൊല്ലം കഴിഞ്ഞിട്ടോ ഒരു കേസായിട്ടാവും വരിക. അപ്പോൾ ഒരു ആക്സിഡന്റ് കേസോ ഒരാൾ മരിക്കുന്നതോ അല്ലെങ്കിൽ കഞ്ചാവോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതൊന്നും ഊരിപ്പോരാൻ പറ്റില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊന്നും പോവാണ്ട് ഒരു അടിപൊളി ഐഡിയ പറയാം. നമ്മൾ എന്ത് വണ്ടി, ഏത് വെഹിക്കിൾ, കാറായാലും ബൈക്കാണെങ്കിലും എന്ത് വെഹിക്കിൾ നിങ്ങൾ വിൽക്കുകയാണെങ്കിലും വാങ്ങിക്കുകയാണെങ്കിലും നിങ്ങൾ വിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏജന്റിന്റെ കയ്യിൽ അയാളുടെ ഡീറ്റെയിൽസ് മേടിച്ചിട്ട് പേര് മാറിയിട്ട് RC കൊടുക്കുക. ഒരിക്കലും RC കൊടുക്കാണ്ട് ഡയറക്റ്റ് ആ വ്യക്തിയുടെ പേരിലേക്ക് RC മാറിയിട്ട് തന്നെ നിങ്ങൾ വണ്ടി കൊടുക്കുക. അപ്പൊ നിങ്ങൾ സേഫ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ വേഗം പോയിട്ട് നിങ്ങൾ വണ്ടികൾ വിറ്റിട്ടുള്ളതിന്റെ ലിസ്റ്റ് എടുക്കുക, അതിന്റെ നമ്പർ എടുക്കുക, പരിവാറിന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയും നിങ്ങളുടെ ഫാമിലിയുടെയും. ഇനി നിങ്ങൾക്ക് അത് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെന്ററിൽ പോലും അല്ലെങ്കിൽ യുവർ പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസൾട്ടന്റ് ഡെൽറ്റ ഗാസ്. ബൈ.